ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇത് എൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയുള്ള അയ്യപ്പ ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മീനമാസത്തിലെ ഉത്രം നാളിലാണ് ഇവിടുത്തെ തിരുവുത്സവം നടക്കുന്നത്. എഴുന്നള്ളത്ത് ഇറങ്ങാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് കുട്ടികളും അമ്മമാരും ഒക്കെ താലപ്പൊലിയും മുത്തുക്കുടയൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല ചൂടായിരുന്നതുകൊണ്ട് കുറച്ച് താമസിച്ചാണ് എഴുന്നള്ളത്ത് ഘോഷയാത്ര പുറപ്പെട്ടത്. ആനയ്ക്കൊക്കെ നല്ല ചൂട് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് പോകാതെ കുറച്ച് സമയം ഒരു 5-5:30 ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ എഴുന്നള്ളത്ത് ഇറങ്ങിയത്. നല്ല ചൂടായിരുന്നതുകൊണ്ട് വെയിലത്ത് ആനയെ കൊണ്ടൊക്കെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് അതിൻ്റെയൊക്കെ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കുറച്ച് താമസിച്ചായിരുന്നു എഴുന്നള്ളത്ത് പോയത്. ആന പുത്തൻകുളം വിശ്വസേനൻ എന്നായിരുന്നു ആനയുടെ പേര്. നല്ല ഒരു മിടുക്കനായുള്ള ആനയായിരുന്നു. എല്ലാവരോടും നല്ല ഇണക്കമൊക്കെ ഉള്ളൊരു ആനയായിരുന്നു. കുറേ ആൾക്കാർ ആനയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഘോഷയാത്ര പുറപ്പെടുകയാണ്. നല്ല ഘോഷയാത്രയായിരുന്നു. ധാരാളം കുട്ടികളും അമ്മമാരും ഒക്കെ വിളക്ക് കുടയൊക്കെ എടുക്കാനുണ്ടായിരുന്നു. എല്ലാവരും ഒരേപോലത്തെ സാരിയൊക്കെ ഉടുത്ത് കുടയൊക്കെ പിടിച്ച് പോകുന്നത് കാണാൻ വളരെ മനോഹരമായിരുന്നു. അതുപോലെ തന്നെ ഇപ്രാവശ്യത്തെ നിശ്ചല ദൃശ്യങ്ങളും പ്ലോട്ടുകളും അതേപോലെ അതിന് ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്ന കലാരൂപങ്ങളും ഒക്കെ എല്ലാം വളരെ പുതുമയുള്ള കാഴ്ചകളായിരുന്നു. അങ്ങനെ ഘോഷയാത്ര പുറപ്പെട്ടു. ഇത് ഹൈവേ ആയതുകൊണ്ട് മലയോര ഹൈവേയുടെ ഒരു റോഡാണ്. അതുകൊണ്ട് ഒരുപാട് വണ്ടികളും ഇങ്ങനെ ഒരുപാട് പോകുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അതുകൊണ്ട് എല്ലാം ഒരു സൈഡിൽ കൂടെ എഴുന്നള്ളത്ത് ഒഴിച്ച് വിടുകയാണ്. അതുപോലെ ചെണ്ടമേളങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള നല്ല മനോഹരമായ ചെണ്ടമേളമൊക്കെ ആയിരുന്നു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. അത്രയ്ക്ക് നല്ല എഴുന്നള്ളത്ത് ഘോഷയാത്രയായിരുന്നു ഇപ്രാവശ്യത്തേത്. വണ്ടിയുടെ ഈ തിരക്കുള്ളത് കൊണ്ട് നമുക്കധികം നന്നായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ കുറച്ചൊക്കെ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്ന സാധാരണ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഘോഷയാത്രയായിരുന്നു. നമുക്കൊന്നിനും ഒരു കുറ്റം പറയാനില്ലായിരുന്നു. അത്രയ്ക്ക് നല്ല ഘോഷയാത്രയായിരുന്നു. ഈ കുരുത്തോല വെച്ചിട്ടുള്ള ഈ കളികളൊക്കെ നമ്മൾ വേറെ ഒരു അമ്പലത്തിൽ ഈ വർഷം കണ്ടിട്ടില്ല. ഇനിയിപ്പം ഒരുപാട് അമ്പലങ്ങളിലേക്ക് വരുമായിരിക്കും. എന്ന് വെച്ചാൽ ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഓരോരുത്തർ വീണ്ടും ബുക്ക് ചെയ്യുമല്ലോ. അതുപോലെ ഈ ഡാൻസ് കളിക്കുന്ന കുട്ടികൾ നല്ല രസമായിരുന്നു. രാത്രിയിൽ ഇത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ഈ തലയിൽ വെച്ചിട്ട് അത് വിളക്കെല്ലാം കൊളുത്തി അത് ലൈറ്റെല്ലാം വെച്ചിട്ട് നല്ല ഭംഗിയായിട്ടാണ് അത് രാത്രിയിൽ വന്നപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അങ്ങോട്ട് പോയതിനേക്കാൾ നല്ല ഭംഗിയായിരുന്നു. പിന്നെ ഇതേപോലത്തെ പെൺകുട്ടികളോ ആൺകുട്ടികളുടെയും DJ അതിന് പാട്ടിനൊത്ത് തുള്ളുന്ന ഒരുപാട് യുവ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന അതേപോലത്തെ ഇതുണ്ടായിരുന്നു. DJ അതേപോലെ കുട്ടികൾക്ക് ഉത്സവം ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ള
അങ്ങനത്തെ ഇതും ഉണ്ടായിരുന്നു. അത് പക്ഷേ ഏറ്റവും അവസാനം നടത്തിയത് എന്ന് വെച്ചാൽ ആനയുടെ അടുത്തൊക്കെ ഇതുപോലത്തെ ഭയങ്കര സൗണ്ടൊന്നും കൊണ്ടുവന്ന് വെക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതൊക്കെ അവസാനമായിരുന്നു. പിന്നീട് ഏകദേശം രാത്രിയോടുകൂടി ഒരു 7-7:30 മണിയായി കാണും. അപ്പോഴത്തേന് എഴുന്നള്ളത്ത് തിരിച്ച് എത്തി. തിരിച്ച് അടുത്തുള്ള ഒരു ജംഗ്ഷൻ വരെ പോയിട്ട് തിരിച്ച് വന്ന് ഒരു 7-7:30 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇനി ആ ജംഗ്ഷനിലും കൂടെ പോയിട്ടാണ് നമുക്ക് അമ്പലത്തിൽ തിരിച്ച് കയറുന്നത് ദീപാരാധനയ്ക്കായിട്ട്. അങ്ങനെ തിരിച്ച് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം വിളക്കെഴുന്നള്ളിപ്പെന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഗണപതി അമ്പലം വരെ പോകുന്ന ഒരു ചടങ്ങുണ്ട്. രാത്രിയിൽ വിളക്കൊക്കെ ആയിട്ട് പോകും. അത് ഒരു 9:30 മണിക്ക് ശേഷം, ദീപാരാധനയ്ക്ക് ശേഷമാണ്. അത് എല്ലാ വർഷവും നടത്തും. പിന്നെ ഇതുപോലത്തെ പ്ലോട്ടുകളുണ്ടല്ലോ, അത് പിന്നെ എല്ലാ പ്രാവശ്യവും ഇതുപോലെ ഒരു 3-4 പ്ലോട്ടുകൾ കാണും. കുറേ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള, ഇങ്ങനെ ഈ പ്രാവശ്യം അതെല്ലാം പക്ഷേ നിർത്തി കുറേ സമയം അവർ അത് എല്ലാ പ്രാവശ്യം അത് ഇങ്ങനെ ഓടിച്ചങ്ങ് പോകുന്നതായിരുന്നു കാണുന്നത്. ഇപ്രാവശ്യം പക്ഷേ അത് നിർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര ജനത്തിരക്കായിരുന്നു ഇതെല്ലാം കൂടെ കാണാൻ. പിന്നെ കുട്ടികളുടെ കൈകൊട്ടിക്കളി, അതുപോലെ ആ കൈകൊട്ടിക്കളിയുടെ അവസാനം ഇതുപോലെ പന്തം പിടിച്ചിട്ടുള്ളൊരു കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പാട്ടൊക്കെ നല്ല രസമാണ്. പക്ഷേ വീഡിയോയിൽ നമുക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഒരു പാട്ടും ആഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ആ പാട്ടിനകത്ത് ഈ പെൺകുട്ടികൾ ചുവട് വെച്ച് കളിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഇതായിരുന്നു. കൈകൊട്ടിക്കളിയാണ്, പക്ഷേ അതിൻ്റെ അവസാനം ഇതുപോലെ പന്തമൊക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല മനോഹരമായ രീതിയിൽ ആ കുട്ടികൾ നന്നായിട്ട് അത് പെർഫോം ചെയ്തു. അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഇത് കാണുന്നതിന് വേണ്ടിയിട്ട്. കുട്ടികൾ നന്നായിട്ടത് കളിച്ച് എല്ലാ കാണികളുടെയും മനം കവർന്നു. പിന്നെ രാധാമാധവം ഭജൻസ് ഉണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ, കോഴിക്കോടുള്ള രാധാമാധവ ഭജൻസ്. നന്നായിട്ട് അവർ പാട്ടൊക്കെ അവതരിപ്പിച്ചു. പാട്ടും എനിക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഇതിൽ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഉത്സവം അടിച്ചു പൊളിച്ചു.